ഹേ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ ദിവസമായിട്ട് വ്ളോഗ് ചെയ്തിട്ട് അപ്പം ഇന്നൊരു വ്ളോഗ് ചെയ്യാമെന്ന് ഞാൻ ഡിസൈഡ് ചെയ്തു. അപ്പം സക്സസ് ആയാൽ നമുക്ക് പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്കിത് കാണാൻ പറ്റും. ഇപ്പം എറിക്ക് സ്കൂളിൽ പോയതേ ഉള്ളൂ. നിതിൻ്റെ ഡോക്ടറിൻ്റെ അടുത്ത് പോയിരിക്കുക. കാലിനൊരു ഇഞ്ചുറി പറ്റിയായിരുന്നു, അത് കാണിക്കാൻ പോയിരിക്കുക. അപ്പം ഇനി ഞാൻ കുളിച്ച് റെഡിയായി നമുക്ക് നോക്കാം ബാക്കി ഡേ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഞാൻ റെഡി ആയിരിക്കുന്നു. ഞങ്ങൾ പുറത്ത് പോവാണ്. അപ്പം വേഗം പോയിട്ട് വരാം. ബൈ. ഞങ്ങൾ പോവുകയാണ് പുറത്ത്. എന്തെങ്കിലും ക്ലോത്ത്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് ഇന്ന് ഈവനിങ്ങത്തേക്ക് ഫംഗ്ഷന് വേണ്ടി നിതിന് ഒരു വൈറ്റ് ഷർട്ട് നോക്കാൻ പോവാണ്. ഇന്ന് നമുക്ക് ഒരു ബിഗ് ഡേ ആണ്. ഇന്ന് ഫൈനലി ഇവിടെ ഡച്ച് സിറ്റിസൺഷിപ്പ് കിട്ടുവാണ്. എറിക്കിനും നിതിനുമാണ് ഇന്ന് കിട്ടുന്നത്. എൻ്റെ ഒരു ഡോക്യുമെൻ്റ് കൂടെ വരാനുണ്ട്, അത് കഴിഞ്ഞ് ഞാനും എടുക്കാൻ പോവാണ്. പിന്നെ ഇന്ന് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ഫംഗ്ഷനൊന്നുമില്ല, ഒരു ചെറിയ പരിപാടിയാണ്. നമുക്കിവിടുത്തെ ഹെമന്തയിൽ പോയി ഓത്തെടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ പോകുമ്പോൾ ഇടാൻ രണ്ടുപേർക്കും ഒരു വൈറ്റ് ഷർട്ട് നോക്കി നടക്കുവാണ് നമ്മൾ. ഇവിടെ വീല് നമുക്കൊരു നല്ല വൈറ്റ് ഷർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം അവിടുന്ന് നമ്മളതെടുത്തു. വീന്ന് ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ ഇവിടെ അടുത്തുള്ള ഒരു കഫേയിൽ കയറി ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്രൊസാൻ ട്രൈ ചെയ്യുകയാണ്. ഒരു ക്രീം ക്രൊസാനാണ്. ഒപ്പം ഒരു ക്യാപ്ച്ചിനോയും കൂടെ ഞാൻ എടുത്തു. എൻ്റെ വീഡിയോ എടുത്തു തരില്ല എന്ന് പറഞ്ഞ് ഞാൻ തന്നെ ഇപ്പോൾ സെൽഫായിട്ട് എടുക്കുക. ഈ ഷോപ്പിൽ കണ്ട ഒരു ഡെമോ കേക്കാണ്, നല്ല രസമല്ലേ. അങ്ങനെ വീന്ന് ഇറങ്ങി എല്ലാം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇന്ന് വൈകുന്നേരം ഉള്ളത് ഒരു സെറിമണി, ഓത്ത് ടേക്കിംഗ് സെറിമണി. നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയാണ് കണ്ടത് എങ്ങനെയായിരിക്കും എന്ന്. പക്ഷേ അവിടെ പോയപ്പോൾ അത്രയും വലിയ സംഭവമൊന്നും അല്ലായിരുന്നു. മേ ബി നമ്മൾ ഇവിടുത്തെ വേറെ ഹെമന്തയിൽ വേറെ പോലെയായിരിക്കും. അതുകൊണ്ട് ഇവിടെ ഒരു ചെറിയ പരിപാടിയായിരുന്നു. നമുക്ക് 2 മിനിറ്റ് കൊണ്ട് എല്ലാം കാര്യങ്ങൾ തീർന്നു. അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് വന്നേക്കാണ്. ഞാൻ പോയി ലഞ്ചിനുള്ള കാര്യങ്ങൾ നോക്കട്ടെ. ലഞ്ച് റെഡിയാക്കിയിട്ട് കാണാം. വീന്ന് ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ H&Mലും കയറിയായിരുന്നു എറിക്കിനൊരു ഷർട്ട് നോക്കാൻ. അതിൻ്റെ ഒപ്പം അവിടെ കുറേ ഇങ്ങനത്തെ ക്യൂട്ട് ഐറ്റംസ് കാണാം. ആങ്ക്ലെറ്റ്സും ചെറിയ ചെയിൻസും റിങ്സും. അപ്പോൾ അതൊക്കെ കണ്ടാൽ എടുക്കാതെ ഇരിക്കാൻ പറ്റുമോ, അങ്ങനെ എടുത്തത് ഞാൻ ഈ 2 സാധനങ്ങളാണ്. ഇതൊരു ആങ്ക്ലെറ്റാണ്, പിന്നെ ഒരു സിമ്പിൾ ചെയിൻ. വന്നു കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് നമുക്ക് എറിക്കിൻ്റെ സ്കൂളിൽ പോകാൻ ആവശ്യമുണ്ടായിരുന്നു. അവരുടെ പ്രോജക്റ്റൊക്കെ കംപ്ലീറ്റ് ആകുമ്പം സ്കൂൾ നമ്മളെ ഇൻവൈറ്റ് ചെയ്യും. അവർ എന്തൊക്കെയാണ് ഉണ്ടാക്കിയത്, എന്തൊക്കെയാണ് ചെയ്തതെന്ന് കാണാം. ഇവിടെ നോക്കി എറിക്കൂ. അപ്പം നമ്മളിപ്പം എറിക്കിൻ്റെ സ്കൂളിൽ പോയി നമ്മൾ അവൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടിട്ട് വന്ന്. ഇവിടെ സ്കൂളിൽ ഓരോ സീസണിലും ഓരോ പ്രൊജക്റ്റ് ചെയ്യും. അത് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്കത് കാണാൻ പോകണം അവരുടെ സ്കൂളിൽ. അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. എറിക്കിന് ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ ഒരു ജേഴ്സി പോർച്ചുഗൽ കൺട്രീൻ്റെയും മേടിച്ചായിരുന്നു. അത് ഇടാനുള്ള ഇൻട്രസ്റ്റ് ആണ് ഇപ്പം. റീസെൻ്റ്ലി ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ ഫാനായി. അവൻ്റെ പേരിൽ എറിക് ക്രിസ്ത്യാനോ നിതിനാണുള്ളത്. അതൊക്കെ മാറ്റിയിട്ട് എറിക് ക്രിസ്ത്യാനോ റൊണാൾഡോ ആക്കാം എന്നാണ് പറയുന്നത്. ഗാർഡൻ ഇപ്പം അടിപൊളി ഫുൾ ഗ്രീനറി ആയിട്ടുണ്ട്. കൂടെ നമ്മുടെ റോസ് നമ്മൾ ഇപ്രാവശ്യം വെച്ചതാണ്, അതും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒരു യെല്ലോ റോസും ഒരു റെഡ് റോസുമാണ്. ഇന്ന് ഒരു തേഴ്സ്ഡേ ആണ്. ഇന്ന് എറിക്കിന് സ്വിമ്മിങ് ക്ലാസ്സൊക്കെ ഉണ്ട്. അപ്പം അവൻ സ്വിമ്മിങ് ക്ലാസ്സിന് പോയിക്കുക. സ്വിമ്മിങ് ക്ലാസ്സിന് വന്നു കഴിഞ്ഞ് അവൻ്റെ ഡിമാൻഡാണ് പിസ്സ. അപ്പോൾ തേഴ്സ്ഡേ നമ്മൾ പിസ്സ ഡേ ആക്കാറുണ്ട്. ഈ എറിക്കും വരും. നമ്മുടെ ഡിന്നർ ഇതാണിന്ന്. ഇതാണ് പെപ്പറോണി പിസ്സ, ഇതാണ് പിസ്സ ഹോട്ട് ആൻഡ് സ്പൈസി. പിന്നെ കുറച്ച് ചിക്കൻ പീസസും കൂടെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പം പോകുന്നത് ഇവിടുത്തെ ഹെമന്തയിലാണ്. ഇന്ന് നിതിനും എറിക്കിനും നാച്ചുറലൈസേഷൻ്റെ സെറമണിയാണ്. സോ അത് അറ്റൻഡ് ചെയ്യാൻ നമ്മൾ പോവുകയാണ്. 2 പേരും അവരുടെ ഔട്ട്ഫിറ്റൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് ഓത്ത് ടേക്കിംഗ് സെറമണിക്ക് വേണ്ടി. എനിക്കിന്നില്ലാത്തത് കൊണ്ട് ഞാൻ ഉള്ളതൊക്കെ ഇട്ട് തന്നെ ഇറങ്ങി.
Okay? Ja. Ik zweer dat ik de grondwettelijke orde van dit koninkrijk der Nederlanden, haar vrijheden en rechten respecteer en zweer de plichten dit staatsburgerschap met zich meebrengt, getrouw te vervullen. Wat is uw antwoord? Zo vaderlijk helpt mij God Almachtig. Gefeliciteerd. Gefeliciteerd. സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് കാര്യം വേഗം കഴിഞ്ഞ് ഇപ്പം നമ്മൾ ആൽബർട്ടൈനിലെ ഷോപ്പിംഗ്. നീ എന്നാ ചെയ്യുക? അവൻ അവൻ്റെ ഷോപ്പിംഗ് നടത്തുന്നു. അത് വേണ്ട, അത് വേണ്ട. എന്നതിനാ I never see that everybody is always so dance for me, dance for me. My shirt. നമ്മൾ നാച്ചുറൽ ലൈഫിനൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. അതിനൊക്കെ സെലിബ്രേറ്റ് ചെയ്തു. ഹാപ്പി പാർട്ടി. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് കണ്ടത് നമ്മളൊരു പ്രോപ്പർ എൻഡിങ് ഒന്നും കൊടുത്തിട്ടില്ല. സോ ഐ വിൽ സീ യു സൂൺ അഗൈൻ വിത്ത് അനദർ വീഡിയോ. ടിൽ ദെൻ ബൈ.